അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്ത്രീകളില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. മിക്ക വീടുകളിലും സ്ത്രീകൾ ഉണ്ടാകുന്നു. പക്ഷേ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് സ്ത്രീകൾ എടുക്കേണ്ട 5 വാക്സിനുകളെ കുറിച്ച്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സ്ത്രീകളില്ലാത്ത ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ബോറായിരിക്കും. വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലോകത്ത് നിന്ന് മനുഷ്യകുലം നാമാവശേഷമാകും. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീകൾ അത്യാവശ്യം ആയതിനാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾ എല്ലാവരും വാക്സിനേഷനുകൾ കൃത്യമായി എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. സ്ത്രീകൾ എടുക്കേണ്ട 5 വാക്സിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 1. ഹ്യൂമൻ പപ്പിലോമ വൈറസ് HPV വാക്സിൻ. സ്ത്രീകൾക്കിടയിൽ സെർവിക്കൽ ക്യാൻസർ എന്നത് ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പലപ്പോഴും നാം കാണുന്നുണ്ട്. മിക്ക സെർവിക്കൽ ക്യാൻസറിനെയും HPV വാക്സിൻ വഴി പ്രതിരോധിക്കാൻ സാധിക്കുന്നു. 9 വയസ്സിലോ അല്ലെങ്കിൽ 45 വയസ്സിലോ ഇത്തരം കുത്തിവയ്പ്പുകൾ എടുക്കാവുന്നതാണ്. എന്നാൽ അനുയോജ്യമായ പ്രായം എന്ന് പറയുന്നത് 11-12 വയസ്സിലാണ്. അടുത്തത് ഇൻഫ്ലുവൻസ വാക്സിൻ. കാലാവസ്ഥ മാറ്റങ്ങളിൽ പനി കൂടുതൽ കാണപ്പെടുന്ന സമയത്ത് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകളും മറ്റും ഇത്തരം വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഇത്തരം വാക്സിൻ എടുക്കാവുന്നതാണ്. 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ ലഭിക്കുന്നു. ഈ വാക്സിൻ എടുക്കാത്തവരിൽ ഇൻഫ്ലുവൻസ വഴി രോഗത്തിന് സങ്കീർണതകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ്, ആസ്തമ ഉള്ളവർ ഡോക്ടറെ കണ്ട് നിർദ്ദേശപ്രകാരം ഇത്തരം വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്തത് ടെറ്റനസ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, അതായത് TDAP വാക്സിൻ. ഈ വാക്സിൻ ടെറ്റനസ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സഹായിക്കും. ഇത്തരം രോഗാവസ്ഥകളുടെ പ്രതിരോധം കണക്കിലെടുത്ത് രോഗഭീഷണിയുള്ളവർ ഓരോ 10 വർഷം കൂടുമ്പോഴും ഡിഫ്തീരിയയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാണ്. ഗർഭകാലത്തെ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവ 3 ചേരുന്ന TDAP വാക്സിൻ എടുക്കാവുന്നതാണ്. എന്നാൽ ഡോക്ടർ പലപ്പോഴും നിർദ്ദേശിക്കുന്നത് 27 മുതൽ 36 ആഴ്ച വരെയുള്ള സമയത്താണ്. ഇത് അമ്മയെയും കുഞ്ഞിനെയും പല ഗുരുതര അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുന്നു. അടുത്തത് 5-ാം പനി, മുണ്ടിനീര്, റൂബല്ല MMR വാക്സിൻ. വളരെ പ്രധാനപ്പെട്ട വാക്സിനുകളിൽ ഒന്നാണ് MMR. 5-ാം പനി, മുണ്ടിനീര്, റൂബല്ല എന്നീ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് പലപ്പോഴും പ്രതിരോധശേഷി ഇല്ലാത്ത വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്ത ഗർഭിണിയല്ലാത്ത സ്ത്രീകൾ ഈ വാക്സിൻ എടുക്കുന്നതിൽ വീഴ്ച കാണിക്കരുത്. ഇതുകൂടാതെ വാക്സിൻ എടുത്തതിന് ശേഷം ഗർഭധാരണത്തിന് വേണ്ടി 3 മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ശ്രമിക്കണം. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. സ്ത്രീകളിൽ കരൾ രോഗത്തിലേക്കും കരളിൻ്റെ ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് ഈ വാക്സിൻ സഹായിക്കും എന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. നവജാത ശിശുക്കൾക്കുൾപ്പെടെയുള്ളവർക്ക് ഈ വാക്സിൻ നൽകി വരുന്നുണ്ട്.